പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓൺലൈൻ മീറ്റിംഗിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന അനുഗ്രഹീതരായ എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിസ്തുല്യമായ സ്നേഹവന്ദനം. ദൈവവചന പഠനം അത്യന്താപേക്ഷിതമായ ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. മുമ്പൊരിക്കലും ഉണ്ടാകാത്ത നിലകളിൽ ദുരുപദേശങ്ങൾ വർദ്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ദുരുപദേശങ്ങൾ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നാം സത്യ ഉപദേശത്തിലാണോ നിൽക്കുന്നത് അതോ തെറ്റായ ഉപദേശത്തിലാണോ? സത്യ ഉപദേശം അല്ലെങ്കിൽ തെറ്റായ ഉപദേശം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത് ദൈവവചനത്തിലൂടെയാണ്. അതിന് നാം ദൈവവചനം പഠിച്ചേ മതിയാകുകയുള്ളൂ. ദുരുപദേശങ്ങളെ കണ്ടുപിടിക്കുവാൻ ദൈവവചന പഠനം ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. മാത്രമല്ല, നാം ഇന്ന് കണ്ടുവരുന്നത് വിശ്വാസത്യാഗം സംഭവിക്കുന്ന കാര്യമാണ്. കർത്താവിന് വേണ്ടി എല്ലാ നിലകളിലും പ്രയോജനപ്പെട്ട അനേക ദൈവദാസന്മാർ, ദൈവമക്കൾ തങ്ങളുടെ ശുശ്രൂഷയിൽ നിന്ന് അന്യപ്പെട്ട്, വിശ്വാസ ജീവിതത്തിൽ നിന്ന് അന്യപ്പെട്ട് തണുത്ത് മരവിച്ചു പോകുന്ന കാഴ്ചകൾ നാം കണ്ടുവരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുള്ള കാര്യം ദൈവവചന പ്രവചനമാണ്, സത്യമാണ്. എങ്കിലും ദൈവവചന പഠനത്തിന്റെ ഒരു അഭാവം അതിന്റെ പിൻപിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദുരിതങ്ങൾ വർദ്ധിച്ചു വരുന്നു. എന്തുകൊണ്ടാണ് ഈ ദുരിതങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നത്? ഒത്തിരി ചോദ്യങ്ങളും ഒത്തിരി ഉത്തരങ്ങളും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു അവസാനമില്ലാത്ത ചോദ്യങ്ങളും ഉത്തരങ്ങളും ഓരോ ദിവസവും നമ്മുടെ കാതുകളിൽ എത്തുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ നിലകളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ സമാധാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇന്ന് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നു. സഭയ്ക്കുള്ളിൽ സമാധാനമില്ല. കലഹങ്ങളും അരാജകത്വങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. കുടുംബങ്ങളിൽ ആ നിലകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സമൂഹത്തിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഒരു നിലകളിലും മനുഷ്യനെ ജീവിപ്പാൻ കഴിയാത്ത അവസ്ഥകളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. അറിവ് കുറഞ്ഞതുകൊണ്ടോ ധനം കുറഞ്ഞതുകൊണ്ടോ അല്ല ഇത് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ എല്ലാം അത്യുച്ചത്തിലാണ് നാം ഇന്ന് നിലനിൽക്കുന്നത്. എന്നിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ബൈബിൾ പഠിക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല, ലോകത്തിൽ ഉള്ള സകല വ്യക്തികളും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ അനുഗ്രഹമായിരിക്കും. ഇതിന്റെ എല്ലാം പിൻപിൽ ഒരു കാരണമുണ്ടെന്നുള്ള വസ്തുത മനുഷ്യന്റെ മനസ്സാക്ഷിയിൽ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. എങ്കിലും അതിന്റെ ആഴങ്ങളിൽ ഇറങ്ങി ചിന്തിപ്പാനായിട്ട് മനുഷ്യന് സാധിക്കുന്നില്ല. ഈ ദൈവവചന ധ്യാനം അതിന് അല്പമെങ്കിലും കാരണമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നിത്യതയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ സംഭവങ്ങൾ, ഞാൻ മേൽ ഉദ്ധരിച്ച സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് മനുഷ്യന്റെ താൽക്കാലികമായ അവസ്ഥ മാറി
നിത്യതയുടെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തപ്പെടുവാൻ സമയമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ബൈബിൾ നിത്യതയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നിത്യതയുടെ പൂർണ്ണ രൂപം, നിത്യതയിലുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുവെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിലും നിത്യതയ്ക്ക് വേണ്ടിയ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. ദൈവവചനം പഠിക്കുന്ന ദൈവമക്കൾക്ക് അതിനെക്കുറിച്ചുള്ള വെളിച്ചം ലഭിക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ നിത്യതയെക്കുറിച്ച് ഓർപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഒരു വേദവാക്യത്തെ ആസ്പദമാക്കി പറഞ്ഞ് എന്റെ വാക്കുകൾ നിർത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കതിനുവേണ്ടി ഒരു വാക്യം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായം 13-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. നിത്യജീവനെ കുറിച്ച് വിശുദ്ധ അപ്പോസ്തലൻ ദൈവമക്കളെ ഓർപ്പിക്കുകയാണ്. നിത്യതയ്ക്ക് വേണ്ടിയാണ് ദൈവജനം ഇറങ്ങി തിരിച്ചത്. നിത്യതയ്ക്ക് വേണ്ടിയാണ് സകലതും ഉപേക്ഷിച്ചത്. നിത്യതയ്ക്ക് വേണ്ടിയാണ് യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വന്നത്. എങ്കിലും നിത്യതയെക്കുറിച്ച് ഓർപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഞാനിവിടെ വായിച്ചത്. ഇതിന്റെ പിൻപിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, എങ്കിലും വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിത്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ട് 2 നിലകളിൽ നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. നിത്യത എന്ന് പറയുമ്പോൾ നിത്യസന്തോഷം ഒരു ഭാഗത്ത് നാം കാണുന്നു, മറുഭാഗത്ത് നിത്യദണ്ഡനത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. നിത്യത എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, നിത്യജീവൻ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നിത്യ സന്തോഷവുമുണ്ട്, നിത്യ ദണ്ഡനവുമുണ്ട്. നിത്യസന്തോഷം നമുക്ക് എങ്ങനെ പ്രാപിക്കുവാൻ പറ്റും? നിത്യദണ്ഡനത്തിലേക്ക് ഒരുവൻ എങ്ങനെയാണ് എത്തപ്പെടുന്നത് എന്ന് എല്ലാവരും, സകല മനുഷ്യരും, ലോകത്തിലുള്ള സകല മനുഷ്യരും അറിയണമെന്നാണ് ബൈബിൾ ആഗ്രഹിക്കുന്നത്. മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് നിത്യതയുടെ ഒരു തുടർച്ചയാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതൽ മനുഷ്യനോടനുബന്ധിച്ചുള്ള നിത്യത തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സാക്ഷാൽ നിത്യത എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു നമുക്കറിഞ്ഞുകൂടാ. അത് ദൈവത്തിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നത്, നാം മനസ്സിലാക്കുന്നത് നിത്യത എന്ന കാര്യം സത്യമാണ്. എന്നാൽ നിത്യതയെക്കുറിച്ചുള്ള പൂർണ്ണ രൂപം ദൈവം ആർക്കും വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. മനുഷ്യന്റെ നിത്യത തുടരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം മനുഷ്യനിലുള്ള അവന്റെ ആത്മാവ് നശിക്കുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യനെ കുറിച്ച് നമുക്കറിയാം, ദേഹം, ദേഹി, ആത്മാവ് എന്ന ഘടകങ്ങൾ നമ്മിലുണ്ട്. അതിനെക്കുറിച്ച്
ഒത്തിരി വാദഗതികളുണ്ട്. വാദഗതികൾ നമുക്ക് ഇത്തരണത്തിൽ ചിന്തിക്കേണ്ടതില്ല. സ്പഷ്ടമാണ്, വിശുദ്ധ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യന് ആത്മാവുണ്ട്. ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. ശരീരമുണ്ട്. തിരിച്ചറിയുവാനുള്ള മനോബോധം മനുഷ്യനിലുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അങ്ങനെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ ദൈവമനുഷ്യനായി ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ മനോഹരമായ രീതിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആവശ്യമായ കാര്യങ്ങളെല്ലാം നൽകി. എന്നാൽ മനുഷ്യൻ ദൈവകൽപ്പന ലംഘിച്ച് ഈ നിലകളിൽ മാറ്റപ്പെട്ടു. അങ്ങനെ ദൈവകൽപ്പന ലംഘിച്ച് മാറ്റപ്പെട്ട, ദൈവസന്നിധിയിൽ അകലപ്പെട്ട മനുഷ്യനെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം കാലാകാലങ്ങളിൽ നിയമം നൽകി. അനേകമായ നിയമങ്ങൾ നൽകി. എന്നാൽ അതെല്ലാം പൂർണ്ണ പരാജയമായിരുന്നു. ചിലരൊക്കെ അനുസരിച്ചു, എങ്കിലും പൂർണ്ണമായി അനുസരിപ്പാൻ മനുഷ്യന് കഴിഞ്ഞില്ല. എന്നാൽ കാലത്തിന്റെ അന്ത്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ രക്ഷ ദൈവം ക്രമീകരിച്ചിരുന്നു. കർത്താവായ യേശുക്രിസ്തുവാണ് നിത്യതയെക്കുറിച്ചുള്ള യഥാർത്ഥ രൂപം ഈ ലോകത്തിന് നൽകുവാനായിട്ടിടയായി തീർന്നത്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിശ്ചിത പ്രാപിക്കുന്നത് എങ്ങനെയാണ്? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നൽകപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് നാം ഇപ്പോൾ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ നാം ചിന്തിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്കെങ്ങനെ നിത്യതയുടെ പൂർണ്ണ രൂപത്തിൽ എത്തുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട്, ആ നിത്യമായ സന്തോഷത്തില് നാം എത്തപ്പെടണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായിട്ട് സ്വീകരിക്കണം. യേശുക്രിസ്തുവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോഴാണ് ഒരുവൻ നിത്യരാജ്യത്തിന്, നിത്യസന്തോഷത്തിന് അവകാശി ആയിത്തീരുന്നത്. ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഈ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ ഈ അനുഭവത്തിലേക്ക് കടന്നു വരേണ്ടതാണ്. ഒഴിവാക്കുവാൻ കഴിയുന്ന കാര്യമല്ല. മനുഷ്യന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഒഴിവാക്കാം. എന്നാൽ നിത്യതയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ മനുഷ്യൻ ഒഴിവാക്കുവാനായിട്ട് ഒരു നാളും കഴിയുന്നതല്ല. കർത്താവെ കർത്താവെ എന്ന് വിളിച്ചതുകൊണ്ടോ, ക്രിസ്തീയ മീറ്റിങ്ങുകളിൽ സംബന്ധിച്ചതുകൊണ്ടോ, ഒരു ക്രിസ്ത്യാനി എന്ന് അറിയപ്പെട്ടതുകൊണ്ടോ, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ ഒരുവൻ ദൈവ പൈതലായി തീരുന്നില്ല, അല്ലെങ്കിൽ നിത്യസന്തോഷത്തിന് അവകാശിയായി തീരുന്നില്ല. അതിനൊറ്റ മാർഗം വിശുദ്ധ ബൈബിൾ ഓർപ്പിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് രക്ഷാനിർണയമുണ്ടാകും. ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണ്, നിത്യതയ്ക്ക് അവകാശിയാണ് എന്നുള്ള ആ ബോധമുണ്ടാകും. അതിനാണ് രക്ഷാനിർണയം എന്ന് പറയുന്നത്. പലർക്കും ഇന്ന് രക്ഷാനിർണയമില്ല. കർത്താവ് വന്നാൽ പോകുമോ എന്ന് ചോദിച്ചാൽ കർത്താവ് വരുമ്പോ അറിയാം. കർത്താവിന്റെ സന്നിധിയിൽ എടുക്കപ്പെടുമോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമാണ്. ഇരുമനസ്സുള്ളവൻ തന്റെ വഴിയിലൊക്കെ അസ്ഥിരനാണ്. അങ്ങനെയെങ്കിൽ അവരുടെ എടുക്കപ്പെടൽ സംശയാസ്പദമായ രീതിയിലാണ്. നിശ്ചയമായിട്ടും ദൈവവചനം പറയുന്നത് നിത്യത അവകാശമാക്കണമെങ്കിൽ രക്ഷാനിർണയമുണ്ടാകണം. വിശുദ്ധ ബൈബിൾ പിന്നെയും ഓർപ്പിക്കുന്നത് നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പാക്കിക്കൊള്ളണം. അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. കാരണം ഏതെങ്കിലും ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ദൈവസന്നിധിയിലേക്ക് വന്നതാണോ, ആരുടെയെങ്കിലും എന്തെങ്കിലും പ്രഷർ കൊണ്ട് ദൈവസന്നിധിയിൽ വന്നതാണോ? ഇതൊക്കെ നിങ്ങൾ ഭൂമിയിലായിരിക്കുമ്പം പരിശോധിച്ചു കൊള്ളണം. അത് വ്യക്തമായിട്ട് ബൈബിൾ പറയുന്നുണ്ട്. രക്ഷാനിർണയം നമുക്കുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ദൈവവചനം ഓർപ്പിക്കുന്നത് നാം ഈ രക്ഷ പ്രാപിക്കേണ്ടത് നമ്മുടെ അല്ലെങ്കിൽ മനുഷ്യന്റെ മരണത്തിന് മുമ്പാകെയാണ്. മരിച്ചതിന് ശേഷം എന്തൊക്കെ കർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തിയാലും ഒരു മനുഷ്യന്റെ ആത്മാവിന് രക്ഷ ഉണ്ടാകത്തില്ല എന്ന് വിശുദ്ധ ബൈബിൾ ഈ ലോകത്തെ 21ാം നൂറ്റാണ്ടിലും അസന്നിഗ്ധമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണശേഷം നടക്കുന്ന ഒരു കർമ്മങ്ങൾക്കും മനുഷ്യനെ നിശ്ചിതയിൽ എത്തിപ്പാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ നാം നിത്യത അവകാശമാക്കണം. നിത്യത പ്രാപിക്കേണ്ട സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് ഇപ്പോഴാണ്. ദൈവവചനം ശ്രവിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നാളെ നാം ജീവിച്ചിരിക്കുമോ? ആരൊക്കെ ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ നിത്യതയുടെ അവകാശം പ്രാപിപ്പാനായിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. എന്നാൽ ഇവിടെ നാം ഈ വായിച്ച ദൈവവചനം ഇങ്ങനെ എഴുതുവാനുള്ള കാരണമുണ്ട്. ഈ ലേഖനം യോഹന്നാൻ എഴുതിയ ലേഖനം നമ്മൾ 1-ാം അധ്യായം മുതൽ വായിച്ചു വരുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. വളരെ വിഭിന്നമായ നിലകളിൽ ദൈവസഭ മുൻപോട്ട് പോകുന്ന സമയത്താണ് അതിനെക്കുറിച്ച് ഇപ്രകാരം എഴുതുവാനായിട്ടിടയായിത്തീരുന്നത്. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, നിത്യതയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി. എന്നാൽ കാലങ്ങൾ മുൻപോട്ട് പോയപ്പോൾ ഇതൊക്കെ മറന്നു. പിന്നെ മനുഷ്യന്റെ ഓട്ടം മുഴുവനും ഭൗമികമായ നന്മകൾക്ക് വേണ്ടിയായിരുന്നു. എനിക്കെങ്ങനെ ഭൗമികമായ സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും, എനിക്കെങ്ങനെ ഭൗമികമായ കാര്യങ്ങളിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാക്കുവാനായിട്ട് കഴിയും എന്ന് ചിന്തിച്ച് ഭൗമികമായ മണ്ഡലങ്ങളിലേക്ക് മനുഷ്യൻ അല്ലെങ്കിൽ ദൈവമക്കൾ മാറ്റപ്പെടുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ സംഭവിച്ചത് മാത്രമല്ല, പലരും ഉപദേശത്തിന് വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് പോകുവാനായിട്ടിടയായി തീർന്നു. ദൈവസഭയ്ക്കുള്ളിൽ കലഹങ്ങൾ ഉണ്ടാകുവാനായിട്ടിടയായി തീർന്നു. സഹോദരങ്ങളെ പകയ്ക്കുക, ആത്മീയ കൊലപാതകങ്ങൾ സംഭവിക്കുവാനായിട്ടിടയായി തീർന്നു. ദൈവം ഒരിക്കലും ആഗ്രഹിക്കാത്ത, ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ കൂട്ടായ്മയ്ക്കുള്ളിൽ സംഭവിക്കുവാനായിട്ടിടയായി തീർന്നു. ഇതെല്ലാം കണ്ട് അപ്പോസ്തലന്മാർ വേദനിച്ച് ദൈവമക്കൾക്ക് ലേഖനങ്ങൾ എഴുതുകയും ദൈവവചനം വാക്കാൽ പറയുകയും ചെയ്യുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ വല്ലാത്ത നിലകളിലെത്തിയപ്പോൾ അവർ നിത്യതയെക്കുറിച്ച് ഓർപ്പിക്കുകയാണ്. എന്നാൽ യഥാർത്ഥമായ നിത്യതയുടെ അവകാശിയായി തീരേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ലഭിച്ചതുകൊണ്ടല്ല. സാക്ഷാൽ ഒരുവൻ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കേണ്ടത് പാപബോധം വരുമ്പോഴാണ്. മറ്റാരും നിർബന്ധിക്കുന്ന സമയത്തല്ല, പാപബോധം വരുമ്പോഴാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കേണ്ടത്. എങ്ങനെയെങ്കിലും ആളെ കൂട്ടുന്ന പരിപാടിയല്ല ദൈവസഭയുടെ പരിപാടി. ദൈവസഭയിൽ ആളിനെ ചേർക്കുന്നത് ഏതെങ്കിലും സംഘടനയല്ല. രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തത് അപ്പോസ്തലന്മാരല്ല, മറ്റാരുമല്ല. സർവശക്തനായ ദൈവമാണ്, കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് ആളിനെ കൂട്ടുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം
സുവിശേഷം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനോട് അനുബന്ധിച്ച് വിശ്വസിക്കുവാനുള്ള പ്രിയപ്പെട്ടവർ വിശ്വസിക്കുന്നത് തന്നെ ചെയ്യും. അതിന് യാതൊരു മാറ്റവുമില്ല. ആകയാൽ ലക്ഷ്യം തെറ്റിയ ആ സമയത്താണ് അപ്പോസ്തലന്മാർ ശക്തമായി നിത്യതയെക്കുറിച്ച് ഓർപ്പിച്ചത്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇറങ്ങിത്തിരിച്ചത്? ഈ ലോകത്തിൽ നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണോ? ചില നന്മകൾക്ക് വേണ്ടിയാണോ? അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്ത് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടിയാണോ? അല്ല, അല്ല. നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് നിത്യജീവൻ പ്രാപിക്കുവാൻ വേണ്ടിയാണ്. നിത്യത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നന്മയാകലും തിന്മയാകലും നാം ചെയ്യുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാകയാണ്. ആകയാൽ നിത്യത അവകാശമാക്കിയ ദൈവമക്കളെ പോലെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. ഇന്നും ദൈവാത്മാവ് അത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്യം തെറ്റുന്ന പ്രിയപ്പെട്ടവരോട് ദൈവാത്മാവ് പറയുകയാണ്, നിങ്ങളിലുള്ള നിത്യതയെക്കുറിച്ച് മറന്നു പോകരുത്. നിത്യജീവൻ അവകാശമാക്കിയവരെ പോലെ നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കണം. ഈ ലോകത്തിന് അനുരൂപമായി, ഈ ലോകത്തിന്റെ ചേഷ്ടകൾക്കനുസരിച്ച് പോകാതെ ദൈവഹിതം മനസ്സിലാക്കി ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി വിധേയപ്പെടുത്തി പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. ദൈവ വൈതലായി ജീവിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഒരിക്കലും മരണത്തെ ഭയപ്പെടേണ്ടതില്ല. നമുക്കറിയാം, ഇപ്പോൾ ഒരു മഹാമാരി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. സകലരും ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മരണം എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. വിശുദ്ധ ബൈബിള് ഒരിക്കലും മരണത്തെ ഭയപ്പെടുവാനായിട്ട് പറയുന്നില്ല. മരണത്തെ വെല്ലുവിളിച്ച് മുന്നേറിയവരാണ് ധീരന്മായ രക്തസാക്ഷികൾ, ക്രിസ്തീയ വിശ്വാസികൾ, ക്രിസ്തീയ ഭടന്മാർ, അപ്പോസ്തലന്മാർ എന്ന് നാം മറന്നു പോകരുത്. മാത്രമല്ല, നാം ക്രിസ്തുവിന്റെ സാക്ഷികളായി ഓരോ ദിവസവും മുന്നേറണം. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയണം. യേശു ക്രിസ്തു പറഞ്ഞ ഓരോ വചനങ്ങളെ കുറിച്ചും നമ്മൾ പറയണം. ലജ്ജിക്കേണ്ട കാര്യമില്ല. എന്റെ വാക്കുകളെ നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സമയം നമ്മുടെ മുൻപാകെ ചുരുക്കമാണല്ലോ. ഇവിടെ നിത്യതയെ കുറിച്ച് ഓർപ്പിക്കുകയാണ്. നമ്മുടെ ജഡം എപ്പോഴും നമ്മെ ഓർപ്പിക്കുന്നത് ഈ ലോകത്തെ കുറിച്ചായിരിക്കും. ഈ ജഡം ഈ ലോകത്തോട് അനുബന്ധിച്ച് നിൽക്കുന്ന കാര്യമാണ്. എന്നാൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കത്തുന്ന ദൈവവചനത്തിന് ജ്വലനം കൊടുത്തുകൊണ്ട് ഈ ലോകത്തിലുള്ളതിനേക്കാൾ ഉപരിയായി ദൈവനാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ സർവശക്തനായ ദൈവം നമ്മളോട് ആലോചന പറയുകയാണ്. എന്റെ വാക്കുകൾ നിർത്തുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. അല്പനിമിഷം നാം കേട്ട ദൈവവചനത്തിനു മുമ്പാകെ നമുക്ക് ധ്യാനിക്കാം. കർത്താവേ, ഈ വചനത്തിനു മുൻപാകെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, വരും ദിനങ്ങളിൽ ശക്തമായി എന്നെ ഉപയോഗിക്കണമേ. കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. എന്റെ മുൻപിലുള്ള സമയങ്ങൾ ഞാൻ അറിയുന്നില്ല. കർത്താവേ, അവിടുത്തെ നാമത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ എന്നെ സഹായിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ എന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചു കർത്താവേ. ഇനിയും വരും ദിനങ്ങളിൽ കർത്താവിന് നാമത്തിനു വേണ്ടി ശോഭിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളെ ഉപയോഗിക്കണം. ഭക്തന്മാർ കുറയുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ നാമത്തിനു വേണ്ടി ശോഭിക്കുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ ദൈവമക്കൾക്കും, ദൈവദാസന്മാർക്കും, ഈ വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായ നന്ദി ഒരിക്കൽ കൂടെ ഞാൻ അർപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.